ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശേരയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ചാനലിൽ മാത്രമല്ല, എല്ലാ സ്റ്റോറീസും ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലാത്തത് കൊണ്ട് കുറച്ച് സ്റ്റോറീസ് അല്ലു സ്റ്റോറി എന്ന ചാനലിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഞാനും ജിൽജിനും കൂടെ കുറച്ച് ആണ് ഇടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അതും കാണണം, ഇതും കാണണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആരെങ്കിലും ശ്വേതാ ചിൽച്ചിലിനെ തപ്പി നടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പോരെ കേട്ടോ. അപ്പോൾ നമുക്ക് നാളത്തെ ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും കഥയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ കഥ കണ്ട് അവസാനിപ്പിച്ച ആ ഒരു സമയത്ത് വിജയലക്ഷ്മി ഗീതുവിനോട് ഇങ്ങനെ പറയുകയാണ് തറവാട്ടിലേക്ക് താമസം മാറുന്ന കാര്യവും. അത് കഴിഞ്ഞിട്ട് ഞാൻ അയച്ചു തരാമല്ലോ, സ്ഥലം അയച്ചു തരാം, നീ അങ്ങോട്ടേക്ക് പോരെ എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോഴേക്കും മാഡത്തിന് ഞാൻ അതിലും വലിയൊരു സർപ്രൈസ് തരുമെന്ന് ഗീതു ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ കുറേ സർപ്രൈസ് എന്ന് പറഞ്ഞ് നീ എന്നെ കണ്ടുപിടിക്കും, അത് കണ്ടുപിടിക്കും, ഇത് കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞ് സർപ്രൈസ് ഉണ്ടാക്കിയിട്ടും അതൊന്നും നടന്നില്ലല്ലോ എന്ന് വിജയലക്ഷ്മി ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഗീതു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സർപ്രൈസ് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചായിരുന്നോ? എന്താണ് ഗീതു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സർപ്രൈസ്? ഗീതു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സർപ്രൈസ് ഈ തറവാട്, ചെമ്പകശ്ശേരി തറവാട് ഗീതുവിന് അറിയാമെന്ന് ഈ വിജയലക്ഷ്മിക്ക് അറിയാൻ പാടില്ല. അങ്ങനെ ഗീതുവിനെ ഒരു അതിഥിയായിട്ട് ക്ഷണിക്കുമ്പോൾ ഗീതു എന്ത് ചെയ്യും? ഗീതു ഈ അറക്കൽ ചെമ്പകശ്ശേരി തറവാട്ടിലേക്ക് വിജയലക്ഷ്മി എത്തുന്നതിന് മുമ്പ് തന്നെ വിജയലക്ഷ്മിയെ വരവേൽക്കാനായിട്ട് ആ ചെമ്പകശ്ശേരി തറവാട് മുഴുവൻ ഒരുക്കി കാത്തിരിക്കുകയാണ് നമ്മുടെ ഗീതു. വിജയലക്ഷ്മി വന്ന് ചാടുമ്പോൾ ഞെട്ടിപ്പോവും. കാരണം ഇത്രയധികം അലങ്കരിച്ച് തന്നെ സ്വീകരിക്കാനായിട്ട് ചെമ്പകശ്ശേരി തറവാട്ടിലേക്ക് സ്വീകരിക്കാൻ ഗീതു ഇവിടെ കാത്തിരിക്കുക. ഗീതു ഈ ഒരു തറവാട് കണ്ടുപിടിച്ചു എന്നൊക്കെ അറിയുമ്പോഴേക്കും ശരിക്കും വണ്ടറടിച്ചു പോകും വിജയലക്ഷ്മി. ഇതാണ് ഗീതുവിൻ്റെ പ്ലാന്. ആ പ്ലാൻ അതുപോലെയൊക്കെ നടക്കുമോ, എന്താണ് പിന്നെ അങ്ങോട്ടേക്ക് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അതെന്തായാലും നാളത്തെ എപ്പിസോഡിലില്ല കേട്ടോ. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ അത് കഴിഞ്ഞിട്ട് ഇവർ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അത് അവിടെ ശ്രീജയൊക്കെ ഉണ്ട് കേട്ടോ. വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് കിഷോറും അവർണികയും. വീട്ടിലേക്ക് തിരിച്ചു പോയിട്ട് അന്നത്തെ ആ ഒരു ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. കിഷോർ ഓഫീസിലെ വിശേഷമൊക്കെ ശ്രീജ ഇങ്ങനെ ചോദിക്കുന്നു. ശ്രീജയുടെ അമ്മയുണ്ട്, അവരെ വലിയ മൈൻഡൊന്നും ഇല്ല ഈ അവർണയ്ക്ക്. അവർ കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. കിഷോറിൻ്റെ നിർബന്ധത്തിൽ കൂടെ നിർത്തിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു വില ഈ പറഞ്ഞ പോലെ ഗീതു കിഷോറിന് കൊടുക്കുന്ന വില പോലും നമ്മുടെ അവർണിക കിഷോറിൻ്റെ അമ്മയ്ക്കോ അച്ഛനോ കൊടുക്കുന്നില്ല. അപ്പോൾ ആ വിലയുടെ അർത്ഥം മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ ഇരിക്കണ ആ ഒരു സമയത്താണ് ആ വിശേഷമൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും പോയിട്ട് എങ്ങനെയുണ്ട് മോനെ, കമ്പനി പോയിട്ട് എങ്ങനെയുണ്ട് എന്ന് അമ്മയും ശ്രീജയൊക്കെ ഇങ്ങനെ ചോദിക്കണ സമയത്ത് കമ്പനി പോയിട്ട് അപ്പോൾ മാത്രം ആ സമയത്ത് കിഷോർ പറയുന്നുണ്ട് ഗീതുവിനെ കുറ്റപ്പെടുത്തി, ഗീതുവിൻ്റെ അഹങ്കാരത്തെക്കുറിച്ച്, ആ കമ്പനിയിലെ AGM എന്ന സ്ഥാപനത്തെക്കുറിച്ച് ഒക്കെ ഒരു ഇഷ്ടക്കേടോട് കൂടിയിട്ട് സംസാരിക്കും. നമ്മൾ അടിമകളാണെന്നാണ് അവരുടെയൊക്കെ വിചാരം. ഒരു മുതലാളിമാർ വന്നിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർണക ചോദിക്കുന്നുണ്ട്, എന്തായാലും ഇതിന് കാരണക്കാരൻ നീ തന്നെയല്ലേ? ഈ ഒരു കാര്യമൊക്കെ വരുത്തി വെച്ചത് നീ തന്നെയല്ലേ? ഇങ്ങനെ ഒരു കാരണക്കാരൻ ഉണ്ടാക്കിയത്, ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ ബിസിനസ് കൊണ്ടെത്തിച്ചതും ഇങ്ങനെ സ്റ്റാഫ് ആകേണ്ടി വന്നതും നീ കാരണമല്ലേ? എന്നിട്ടിപ്പോൾ പഠിക്കുന്നത് ആരെയാ? നിനക്ക് അങ്ങനെയൊക്കെ ഇപ്പം എന്നോട് ഗീതാഞ്ജലി ഒരിക്കലും മോശമായിട്ട് സംസാരിക്കില്ല. അപ്പോൾ ഗീതാഞ്ജലി എന്നെ ഒരു ഫ്രണ്ടായിട്ട് കാണുന്നത് കൊണ്ടാണ്. മാത്രമല്ല ഗീതാഞ്ജലിയോട് ഞാനും ആ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ നീ ഗീതാഞ്ജലിയോട് അങ്ങനെയാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും കിഷോർ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. കിഷോർ അന്തം വിട്ട് നിൽക്കുന്നത് മാത്രമല്ല, കിഷോർ ഗീതു അവിടെ കാണിച്ചു കൂട്ടിയ അഹങ്കാരത്തെക്കുറിച്ചും സ്റ്റാഫിനെ തല്ലിയതിനെക്കുറിച്ചും അവളെ മാഡം എന്ന് വിളിക്കണം, മാഡം എന്ന് ഇപ്പം നിൻ്റെ ഫ്രണ്ടാണെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ മാഡം എന്ന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. മാത്രമല്ല അവർക്കറിയത്തില്ലേ നമ്മളൊരു കമ്പനിയുടെ ഉടമസ്ഥരായിരുന്നു, ഇങ്ങനെ ഒരു അബദ്ധം പറ്റി പോയതുകൊണ്ട് മാത്രം അവരുടെ സ്റ്റാഫ് ആയതല്ലേ, ഇതിന് മാത്രം നമ്മളായിട്ട് ഭരിക്കേണ്ട കാര്യമുണ്ടോ? അവൾ ഈ പറഞ്ഞ മാതിരി വലിയ കുടുംബത്തിൽ നിന്ന് കെട്ടിക്കറി വന്നതൊന്നും ആയിരിക്കില്ലല്ലോ AGMൻ്റെ. അപ്പോൾ അത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ഇങ്ങനെ ചോദിക്കുക. സ്വാഭാവികമായിട്ടും നമുക്ക് ഓരോരുത്തരെ കണ്ടാൽ അറിയത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമല്ല. ഇപ്പോൾ അവിടെ ഗീതാഞ്ജലിയാണ് അവിടുത്തെ വൈസ് ചെയർമാൻ, AGMൻ്റെ വൈസ് ചെയർമാൻ. അപ്പോൾ ഇപ്പോൾ ഈ ഗീതാഞ്ജലി നമ്മൾ ബഹുമാനിക്കുക തന്നെ വേണം. അത് ഗോവിന്ദ് സാറിൻ്റെ ഭാര്യയായ ഗീതാഞ്ജലി നമ്മൾ ബഹുമാനിക്കണം. ഗോവിന്ദ് സാറ് നമ്മുടെ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് ഗീതാഞ്ജലിയാണ് നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ഗീതാഞ്ജലി പറയുന്നതൊക്കെ കേൾക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. മര്യാദയ്ക്ക് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. ഒരിക്കലും ഗീതാഞ്ജലി ആവശ്യമില്ലാതെ സ്ട്രിക്റ്റ് ആകുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ കണ്ടെടുത്തോളം ഗീതാഞ്ജലി അങ്ങനെ ഒരാളല്ല. പിന്നെ ഗീതാഞ്ജലി സ്ട്രിക്റ്റ് ആകുന്നുണ്ടെങ്കിൽ നിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ നീ ഒന്ന് ഓർത്ത് നോക്കിയാൽ. അവിടെ വെച്ചിട്ട് ആ ഒരു ഫസ്റ്റായിട്ട് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ സമയത്ത് ഒരു ചോദ്യം പറച്ചിലും ഇല്ലാതെ ഫോൺ എടുത്ത് ബിജുവിനോട് കൂളായിട്ട് സംസാരിച്ചു. നമ്മുടെ ഓഫീസിലാണോ ഇരിക്കുന്നത്? അല്ലല്ലോ. അപ്പോൾ അതും ചെയ്ത് തെറ്റാണ്. പിന്നെ നീ മറന്നു പോയോ?
ഗീതാഞ്ജലിക്ക് നിന്നോട് മറ്റൊരു പക കൂടി ഇല്ലേ? നിനക്ക് കണക്ക് തീർക്കാനായിട്ട് ഗീതാഞ്ജലി കാത്തിരിക്കുന്ന ഒരു കാര്യം കൂടി ഇല്ലേ? ഗീതാഞ്ജലി കാത്തിരിക്കുകയാണ് നിന്നോട് പക തീർക്കാനായിട്ട്, കണക്ക് തീർക്കാനായിട്ട്. അതെന്താ, നീ മറന്നുപോയോ എന്ന് അവർണികത് ചോദിച്ചതുകൊണ്ടല്ലോ ശ്രീജ ഞെട്ടി, നമ്മുടെ കിഷോർ ഞെട്ടി, കേട്ട് നിന്ന പ്രേക്ഷകർ ഞെട്ടി. അപ്പോൾ അവർണികയ്ക്ക് ഈ സംഗതിയൊക്കെ അറിയാമോ എന്നോർത്ത് എല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അതല്ല കേട്ടോ, കിഷോർ ഗീതുവിനോട് ചെയ്ത ചതിയെക്കുറിച്ചൊന്നും അല്ല നമ്മുടെ അവർണിക പറഞ്ഞത്. ഒരു ദിവസം മുഴുവൻ, ഒരു ദിവസം വൈകുന്നേരം മുഴുവൻ ഈ കിഷോറിനെ കാത്ത് ഗോവിന്ദും ഗീതുവും കൂടി വെയിറ്റ് ചെയ്തിരുന്നു, ഓർമ്മയുണ്ടോ? അതായത് രഘുറാം സാറിൻ്റെ മരുമകനെ കാത്ത്, കിഷോറിനെ കാത്തല്ല, രഘുറാം സാറിൻ്റെ മരുമകനെ കാത്തിട്ട്, രഘുറാം അങ്കിളിൻ്റെ മരുമകനെ കാത്ത്, അവർണികയുടെ ഭർത്താവിനെ കാത്ത് ഇവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഡിന്നറിന് ക്ഷണിച്ചിട്ട് ഇവർ വെയിറ്റ് ചെയ്തു. അപ്പോൾ അന്ന് മുതൽ ഗീതാഞ്ജലിക്ക് നിന്നോട് ഇഷ്ടക്കേടാണ്, നീ ശരിക്കും അപമാനിക്കുകയല്ലേ ചെയ്തു. ഗോവിന്ദ് സാറിനെ പോലെ ഒരാളെ വെയിറ്റ് ചെയ്യിപ്പിച്ചിരുത്തിയിട്ട് നീ അത് ചെന്നില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും ഗോവിന്ദ് സാറിന് അതിൻ്റെ വലിയ അപമാനം തന്നെയാണ്. ഗോവിന്ദ് സാറിനെ അപമാനിച്ചതിൽ ഗോവിന്ദ് സാറിനേക്കാൾ കൂടുതൽ ഇഷ്ടക്കേട് തോന്നിയത് ഗീതാഞ്ജലിക്കാണ്. അതുകൊണ്ടാണ് ഗീതാഞ്ജലി ഇങ്ങനെ പെരുമാറുന്നത് എന്നാണ് നമ്മുടെ അവർണിക ഉദ്ദേശിച്ചത്. അവർണിക ആദ്യം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടിത്തരിച്ച് എൻ്റെ അമോന്ന രീതിയിലാണ് അത് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കിഷോർ തപ്പി പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രീജയുടെ അമ്മയും കൂടെ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുകയാണ് കേട്ടോ. അവർണിക അറിഞ്ഞോ ഇനി എന്താവോ സ്ഥിതി എന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴാണ് അവർ ഇങ്ങനെ പറയുന്നത്, അവരെ വെയിറ്റ് ഇരിപ്പിച്ച കാര്യം. അപ്പോഴേക്കോ അതായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ കിഷോറിൻ്റെ ശ്വാസം നേരെ വീഴുന്നത്. എന്തായാലും അനുഭവിക്കുക, അത് തന്നെ, അത്ര തന്നെ, അല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല. ഗീതു പറയുന്നത് എന്താണോ, ഗീതാഞ്ജലി പറയുന്നത് എന്താണോ അത് കേൾക്കുക. അപ്പോൾ എത്രയും ഗീതാഞ്ജലി ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ പാകത്തിനുള്ള ഒരു പ്രോജക്റ്റ് പ്ലാൻ തയ്യാറാക്കി കൊടുക്കൂ. തീർച്ചയായിട്ടും അത് ഇംപ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ ഗീതാഞ്ജലിക്ക് ഇഷ്ടമാകും. അപ്പോൾ ഗീതാഞ്ജലിയുടെ മനസ്സിൽ നിന്നെക്കുറിച്ചൊരു ഇഷ്ടക്കേടുണ്ട്, അത് മാറ്റിയെടുക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്വമാണ്. എന്തായാലും നമ്മൾ പടിപടിയായിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനമൊക്കെ തുടങ്ങണം. അതിനുവേണ്ടി നമുക്ക് ഇവിടെ പിടിച്ചു തന്നേ പറ്റുള്ളൂ, അത് നീ ആദ്യം മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് രഘുറാം വന്നിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തായി ഇന്നത്തെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവരുടെ കാര്യമൊക്കെ ഇങ്ങനെ പറയാണ്. ഈ വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല, കിഷോറിന് വലിയ ഇഷ്ടമായില്ല. അപ്പോൾ കിഷോറിൻ്റെ ഇഷ്ടങ്ങളൊന്നും അല്ലല്ലോ ഇനി നോക്കേണ്ടത് എന്ന് രഘുറാം മുഖത്തടിച്ച പോലെ പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം കിഷോറിൻ്റെ ഇഷ്ടങ്ങൾ നോക്കിയത് കൊണ്ടൊക്കെയാണല്ലോ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വരുണും സുവർണയും ചെന്നിട്ട് രാധികാമ്മയോട് ഈ കിഷോറിനെ ഗീതുവിൻ്റെ കൈകളിലേക്ക് ഗോവിന്ദ് സാർ ഇട്ട് കൊടുത്ത കാര്യം, അതായത് അവർ തമ്മിലുള്ള ആ ഒരു ഇടപാടിന് വേണ്ടിയിട്ട് സൗകര്യം ഒരുക്കി കൊടുക്കുന്ന പോലെയാണ് ഗോവിന്ദേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അവളെ അവിടെ രാജ്ഞിയായിട്ട് അവളെ വാഴിക്കുകയാണ്. അവൾക്ക് വേണ്ടിയിട്ട് ഇന്ന് എന്നെ തല്ല് പോലും ചെയ്തു എന്നൊക്കെ സുവർണയും പറയുന്നുണ്ട്. അപ്പോൾ അതായത് അവൾക്ക് വേണ്ടിയിട്ട് എന്നെ ഫയർ ചെയ്തു ഗോവിന്ദ് സാറ്, മാത്രമല്ല എന്നെയും വഴക്ക് പറഞ്ഞു എന്ന് വരുൺ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ വെറുതെയാണെന്ന് തോന്നുന്നത്. ഗോവിന്ദേട്ടൻ വെറുതെയാണ് നമ്മളോട് പറയുന്നത് അവളുമായിട്ട് ഒരു റിലേഷനും ഇല്ലാന്ന്, എന്തൊക്കെയോ റിലേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇതേസമയം നമ്മുടെ ഗീതു ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ. അപ്പോൾ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തനിക്ക് ഈ അവനെ പൊരിച്ചെടുക്കാൻ പറ്റിയ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ തനിക്ക് കിഷോറിനോടൊപ്പം തോന്നുന്നത് വെറും പക മാത്രമാണ്, താൻ സ്നേഹിച്ച പഴയ ഗീതു അല്ല എന്ന ഗീതു ഇങ്ങനെ ആലോചിക്കുകയാണ്. മാത്രമല്ല ഗീതു ഗോവിന്ദിനോട് ശരിക്കും ഗോവിന്ദിനെ ഇങ്ങനെ കാണുമ്പോൾ ഗീതുവിൻ്റെ മനസ്സിലേക്ക് ഒരു സന്തോഷവും നിറഞ്ഞ പുഞ്ചിരിയൊക്കെ ഗോവിന്ദിൻ്റെ കണ്ടു കഴിയുമ്പോഴേക്കും ഗീതുവിൻ്റെ മുഖത്തിങ്ങനെ വിരിയാണ്. ആ ഒരു സ്നേഹം അഭിനയിച്ച് അങ്ങോട്ട് പോകാനായിട്ട് തോന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഇവളുടെ ഒരു ഭാവം നമ്മുടെ ഗോവിന്ദും കണ്ടിട്ടില്ല. അപ്പോൾ ഗോവിന്ദ് ഒന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ഗീതു ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ തനിക്ക് എന്താ സംഭവിച്ചെന്ന് ഗീതുവിന് അറിയില്ല. ഗീതു ഇങ്ങനെ ഓരോന്നിരുന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ തനിക്ക് വേണ്ടിയിട്ട് ഗോവിന്ദ് സാർ എന്തൊക്കെയാണ് ചെയ്തു തന്നത്, മാത്രമല്ല കാട്ടിലകപ്പെട്ട സമയത്തും തൻ്റെ പിറന്നാളിനും അപ്പോൾ കൂട്ടായിരുന്ന സമയത്തൊക്കെ തനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തു തന്നത്, അതിൽ ഗോവിന്ദ് സാറിൻ്റെ സ്നേഹമില്ലേ എന്നൊക്കെ ഗീതു ഇങ്ങനെ ആലോചിക്കുക. താൻ വെറുതെ ആലോചിച്ച് കൂട്ടുക, അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ വീണ്ടും തൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. പക്ഷേ ഗീതുവിൻ്റെ മനസാക്ഷി പ്രത്യക്ഷപ്പെടുന്നത് പോലെ ഗീതുവിൻ്റെ ഒരു പ്രതിബിംബം അവിടെ വന്ന് ഗീതുവിനോട് നീ പഴയ ഗീതു അല്ല എന്നും നിൻ്റെ മനസ്സിൽ ഇപ്പോൾ ഗോവിന്ദ് സാറ് മാത്രമാണെന്നും നീ ഗോവിന്ദ് സാറിനെ പ്രണയിക്കുന്നുണ്ടെന്നൊക്കെ ഗീതുവിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് ഗീതു ഗോവിന്ദിനെ പ്രണയിക്കുന്നുണ്ട് എന്ന സത്യം ഗീതുവിൻ്റെ മനസാക്ഷി പറഞ്ഞിട്ടാണ് ഗീതു തിരിച്ചറിയുന്നത്. ഇനി അങ്ങോട്ട് പ്രണയകാലമാണ് സുഹൃത്തുക്കളെ, പ്രണയകാലം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് നാളത്തെ ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും വിശേഷം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ്. അപ്പം നിങ്ങൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. പഴയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സി ഓക്കെ, താങ്ക് യു. അടുത്ത കഥയായിട്ട് വരാം കേട്ടോ.